കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ് പാതിവില തട്ടിപ്പ്. ഇതിന് കുടുംബശ്രീയെ കൂടി ഉപയോഗപ്പെടുത്തി എന്ന വിവരമാണ് ഇന്ന് പുറത്തുവന്നത്. ആനുകൂല്യം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് കാണിച്ച് കുടുംബശ്രീ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ജില്ലയിലെ CDS ചെയർപേഴ്സൺമാർക്ക് അയച്ച കത്ത് 24 ലഭിച്ചു. എന്നാൽ കുടുംബശ്രീ ഇറക്കിയ കത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ പിൻവലിച്ചുവെന്നാണ് ഈ കത്തിൽ പറയുന്ന NGO സംഘത്തിന്റെ വാദം. മലപ്പുറം ജില്ലയിലെ 94 പഞ്ചായത്തുകളിലും 12 നഗരസഭയിലുമുള്ള CDS ചെയർപേഴ്സൺമാർക്ക് കത്ത് നൽകി. 2024 മാർച്ച് 31 സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകൾ അംഗങ്ങളായുള്ള കുടുംബശ്രീയെ ഈ തട്ടിപ്പിന് പ്രചാരകരാക്കാൻ ശ്രമം നടന്നുവെന്നത് ഗൗരവമേറിയതാണ്. നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന JSS NGO സംഘം വഴി ആനുകൂല്യം നേടാമെന്ന് കത്തിൽ പറയുന്നു. പകുതി നിരക്കിൽ സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ ലഭിക്കും. ഇത് അംഗങ്ങൾ ഉപയോഗപ്പെടുത്തണം. ലഭിക്കുന്ന വസ്തുക്കളുടെ കൃത്യമായ വിവരങ്ങൾ സഹിതമാണ് കത്തു നൽകിയത്. ഒരൊറ്റ NGO സംഘത്തിനു വേണ്ടിയാണ് കുടുംബശ്രീ പ്രചാരകരായതും. എന്നാൽ JSSന്റെ വിശദീകരണം ഇങ്ങനെയാണ്: കുടുംബശ്രീ വഴി ആരെയും ചേർത്തിട്ടില്ല. അതേസമയം അനന്തു കൃഷ്ണന് എതിരെ ഇതേ JSS 28 ലക്ഷം രൂപ കബളിപ്പിച്ച് തട്ടിയെടുത്തുവെന്ന് കാണിച്ച് നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പണം JSSന്റെ തന്നെ പണമെന്നാണ് വാദവും. ഈ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചില CDS ചെയർപേഴ്സൺമാരുമായി സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ആരെയും ഇതിൽ ചേർത്തിട്ടില്ല എന്നുമാണ് പ്രതികരിക്കുന്നത്. എന്നാൽ കത്ത് എല്ലായിടത്തേക്കും എത്തി എന്നതിൽ സംശയമില്ല. അപ്പോൾ ഇത്ര വലിയ ഒരു തട്ടിപ്പിന് കുടുംബശ്രീയെ പ്രചാരകരാക്കിയോ എന്ന കാര്യത്തിൽ ദുരൂഹത മറനീക്കണം. വിശദമായ അന്വേഷണവും വേണം. വിപിൻ C. വിജയൻ, 24 മലപ്പുറം.